നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റംദാൻ 29, അതായത് മാർച്ച് 29 ശനിയാഴ്ച ഷവ്വാൽ മാസപ്പിറവി കാണാനാകും എന്നുള്ള, അതുപ്രകാരം ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയിലെ ഹുദൈർ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട്. അതായത് റംദാൻ 29 ശനിയാഴ്ച ഷവ്വാൽ മാസപ്പിറവി കാണാനാകും, അതുപ്രകാരം ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. മജ്മ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളതാണ് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം. ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് 8 മിനിറ്റിന് ശേഷം ചന്ദ്രപ്പിറവി ദൃശ്യമായേക്കുമെന്നാണ് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധർ പ്രതികരിക്കുന്നത്. സൗദി അറേബ്യയിൽ മാർച്ച് 29 പെരുന്നാൾ അവധിയായി ആരംഭിക്കാൻ പോകുന്നത്. ഇത് ഏപ്രിൽ 2 വരെ തുടരാനാണ് സാധ്യത. ഇത്തവണത്തെ അവധി 5 ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാസപ്പിറവി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏപ്രിൽ 2 വരെയാണ് അവധിയെങ്കിലും ഏപ്രിൽ 3 മുതൽ വാരാന്ത്യ അവധി തുടങ്ങുന്നതിനാൽ അവധി കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രവാസികൾ ഇത്തവണത്തെ റംസാൻ അത് ആഘോഷിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ സാധാരണ അവധി തുടങ്ങുന്നതിനാൽ വാരാന്ത്യ ദിനങ്ങളുടെ ആനുകൂല്യം കൂടെ ലഭ്യമാകും എന്നതിനും ഇതിനൊരു കാരണമായി മാറുന്നുണ്ട്. എന്തായാലും ആകെ 8 ദിവസത്തെ അവധി ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസമായിട്ടുള്ള ഏറ്റവും വലിയ അനുഷ്ഠാനമായിട്ടുള്ള ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ ഓരോ വിശ്വാസികളും കടക്കുന്നത്. അതേസമയം സൗദി എക്സ്ചേഞ്ചിന്റെ അവധി മാർച്ച് 28 മുതൽ ആരംഭിക്കാൻ പോകുകയാണ്. ഏപ്രിൽ 3 വ്യാപാരം പുനരാരംഭിക്കുമെന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന മഴ അടുത്ത ആഴ്ചയിലെ ഈദുൽ ഫിത്തർ വരെ തുടരുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ് കൂടെ സൗദിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. റംസാൻ മാർച്ച് 29 വരെ തുടരുമെന്നും അന്ന് വൈകിട്ട് ഷവ്വാൽ മാസപ്പിറവി കാണുവാനുള്ള സാധ്യത ഉണ്ട് എന്നുമുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് കൂടെ പുറത്തുവരുന്നത്. റംസാന്റെ തുടക്കത്തിൽ ആരംഭിച്ച ഇപ്പോഴത്തെ കാലാവസ്ഥ ഈദ് വരെ തുടരുമെന്ന് സൗദി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ അഖിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ മധ്യ കിഴക്കൻ പ്രദേശങ്ങളിലും മക്ക മേഖലകളിലും മിതമായതോ കനത്തതോ ആയിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് അഖിൽ വ്യക്തമാക്കുന്നത്. അടുത്ത ഞായറാഴ്ച മുതൽ സൗദിയിലെ 7 പ്രദേശങ്ങളിൽ ഇടിമിന്നൽ, ആലിപ്പഴം, അതുപോലെ തന്നെ ദൃശ്യപരത കുറയ്ക്കുന്ന കാറ്റ് ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കിഴക്കൻ പ്രവിശ്യ റിയാദ്, നജ്റാൻ, ജിസാൻ, അസീർ, അൽ ബഹ, മക്ക എന്നിവിടങ്ങളിലൊക്കെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. അൽ ഖാസിം, മദീന എന്നിവിടങ്ങളുടെ ചില ഭാഗങ്ങളിൽ, തബൂക്ക് മേഖലകളിലെ തീരപ്രദേശങ്ങളിലൊക്കെ മണൽക്കാറ്റിന് കാരണമാകുന്ന സജീവമായ കാറ്റുണ്ടാകാനും സാധ്യതയുണ്ട്. മക്ക ഉൾപ്പെടെ പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച സൗദി തുറമുഖ നഗരമായിട്ടുള്ള ജിദ്ദയിൽ ശക്തമായ മഴ തന്നെയായിരുന്നു പെയ്തിരുന്നത്. ഇത് ഏതാനും ഭാഗത്ത് വെള്ളം കയറാൻ കാരണമായി മാറിയിരുന്നു. ജിദ്ദയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് പെയ്ത പേമാരിയെ തുടർന്ന് പെട്ടെന്നുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതാണ്. എന്തായാലും എല്ലാ വിശ്വാസികൾക്കും നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിച്ച് അപകടങ്ങൾ വരുത്താതെ നോക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. നിലവിൽ വൻ തിരക്കാണ് മക്കയിലും മദീനയിലുമൊക്കെ വിശ്വാസികൾ വരുകയും പോകുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഓരോ വർഷവും ഈ തിരക്ക് കൂടി വരുന്ന സാഹചര്യമാണ്. ഇത്തവണയും ഈ തിരക്ക് കൂടി വരുന്നുണ്ട്. നിരവധി ആളുകളെ ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് കാണാനാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശവും വരുന്നുണ്ട്. അതേസമയം ഡിജിറ്റൽ സംവിധാനങ്ങളുടെ അടക്കം സഹായത്തോടുകൂടെയാണ് ഇത്തവണത്തെ ഈ ഒരു വിശ്വാസ മാസത്തെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശ്വാസകരമാകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുപരി ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് കാലാവസ്ഥാ മേഖല.